ഇറാന്റെ ആക്രമണത്തിൽ യുഎസിന്റെ സൈനിക താവളങ്ങൾ തീർത്തും തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു ചെയ്തത്. 13 സൈനിക താവളങ്ങളിൽ ഒന്നുപോലും വാസയോഗ്യമല്ല എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇതിലൂടെ വലിയ നാശനഷ്ടം യുഎസിന് ഉണ്ടാവുകയും പശ്ചിമേഷ്യൻ മേഖലയിലെ യുഎസ് സൈനിക താവളങ്ങളിലാണ് ഇറാൻ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടർച്ചയായി തന്നെ നടത്തി വന്നത്. ഇതുമൂലം നിരവധി പ്രധാന യുഎസ് താവളങ്ങൾ വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയും ഇതുമൂലം സൈനികരെ മറ്റു ഹോട്ടലുകളിലേക്കും ഓഫീസ് സ്ഥലങ്ങളിലേക്കും അവരെ പാർപ്പിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് താൽക്കാലിക സൗകര്യങ്ങൾ ഒരുക്കാൻ ഇവിടെ യുഎസ് നിർബന്ധിതരായതായിട്ടുള്ള വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് ഏറ്റവും പ്രധാനമായ കാരണം യുഎസ് താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ തന്നെയാണ്. മാത്രമല്ല നിരവധി യുഎസ് സൈനികർ ഇതിൽ കൊല്ലപ്പെടുകയും അവർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടുള്ള വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ട്. ഈ മാറ്റം ഫലത്തിൽ യുഎസ് സൈന്യത്തിന്റെ ചില ഭാഗങ്ങളെ വിദൂര യുദ്ധത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് എന്നതാണ് ദ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മേഖലയിലെ 13 യുഎസ് സൈനിക താവളങ്ങളിൽ പലതും തകർത്ത് തരിപ്പണമാക്കിയതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇതിനോട് ചേർന്ന് ഇറാൻ ആകട്ടെ അവിടെ സ്ഥിതി ചെയ്യുന്ന കുവൈറ്റിലെ താവളങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതായി അമേരിക്കൻ ഉദ്യോഗസ്ഥരും സൈനികരും ഇതിനോടായി തന്നെ പ്രതികരിക്കുന്നത്. കുവൈറ്റിലെ പോർട്ട് അലി അൽ സലേം എയർബേസ് അതേപോലെ ക്യാമ്പ് ബ്യൂറിംഗ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇറാനിയൻ ആക്രമണങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഇവ തകർത്ത് തരിപ്പണമാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. പ്രവർത്തന കേന്ദ്രങ്ങൾ, വിമാനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇന്ധന സംവിധാനങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ഈ ആക്രമണങ്ങൾ സൈനിക വിന്യാസത്തെ തടസ്സപ്പെടുത്തുക മാത്രമല്ല സൈനികരുടെ സുരക്ഷയെക്കുറിച്ചും ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളുടെ ദീർഘകാല നിലനിൽപ്പിനെക്കുറിച്ചും ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലുള്ള യുഎസ് ഇസ്രായേൽ സൈനിക നടപടികൾക്ക് പ്രതികരണമായാണ് ഇറാന്റെ ഈ ഒരു പ്രതികാര നടപടി പുറത്തുവരുന്നത്. ഇറാൻ മേഖലയിലുടനീളം താവളങ്ങൾ, എംബസികൾ, ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെ ലക്ഷ്യമിടുന്നുണ്ടെന്നും ഖത്തർ, ബഹ്റിൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ യുഎസ് ബന്ധമുള്ള സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടുള്ള മിസൈലുകളും ഡ്രോണുകളും ഈ ആക്രമണങ്ങളിൽ ഉൾപ്പെടുന്നതായും വ്യക്തമാക്കുകയാണ്. യുഎസ് സെൻട്രൽ കമാൻഡിന്റെ പ്രാദേശിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലുണ്ടായ ആക്രമണത്തിന്റെ ഒരു പ്രധാന മുന്നറിയിപ്പ് അത് റഡാർ സംവിധാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു എന്നതാണ്. ബഹ്റിൻ, യുഎസ് എന്നീ ആസ്ഥാനത്തെ ആശയവിനിമയ ഉപകരണങ്ങളെ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ നശിപ്പിക്കുകയും സൗദി അറേബ്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ വലിയ രീതിയിൽ ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കുകൾക്കും ആശയവിനിമയ സംവിധാനങ്ങൾക്കും ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സൈനികരെ നിയോഗിച്ചിട്ടുള്ള താവളങ്ങളിൽ നിന്ന് അവരെ മാറ്റുന്നതിന് ചിലവേറിയതായ വലിയ രീതിയിലുള്ള ചിലവുകൾ ഇതിൽ വഹിക്കേണ്ടി വരുമെന്നാണ് സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. താൽക്കാലിക സ്ഥലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഏകോപനം കുറയ്ക്കുവാനും പ്രതികരണ സമയം അത് മന്ദഗതിയിലാക്കുകയും നിർണായക ഉപകരണങ്ങളിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നതായും ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.